അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 241 ആൾ ഔട്ട് ആയിരിക്കുന്നത്. സോ നമുക്ക് അതിനെ പറ്റി സാറല്ലോ സാർ ഇവിടെ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അറിയില്ലല്ലോ. ശിവ എന്തായി കേൾക്കുന്നേ? താങ്കൾ പറയൂ. അപ്പോൾ കളിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ 20 ഓവർ ഇന്ത്യയുടെ നല്ല ഡോമിനൻസ് തന്നെയായിരുന്നു. റൺ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3.5 3.7 പാകിസ്ഥാന്റെ റൺ റേറ്റും വന്നോളൂ. ഇന്ത്യയുടെ 2 വിക്കറ്റ് വീണു. പിന്നെ എടുത്ത് പറയാനുള്ളത് ഒരു 104 പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിലും അത് അറൌണ്ട് 150 ബോൾസിലാണ് വന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഒരു 20 ഓവറിൽ അവർക്കൊരു അത്യാവശ്യം ഒരു 6 റൺ റേറ്റിൽ പോയും അറൌണ്ട് 4.5 4.8 241 നിർത്തിയത്. ഈ പിച്ചിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ചേസ് ചെയ്യാം. ആദ്യമേ വിക്കറ്റ് ഒന്നും വീഴാതെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വിജയിക്കാൻ പറ്റും. സോ നന്നായി വരട്ടെ. ബോളിങ്ങിനെ പറ്റി ബോളിങ്ങിൽ ഇപ്പം ആദ്യത്തെ വിക്കറ്റ് പാണ്ഡ്യക്കാണ് കിട്ടിയത്. കുൽദീപിന്റെ നല്ല ബോളിംഗ് ആയിരുന്നു. ഒരു ഓൺ ഹാട്രിക് ഉണ്ടായിരുന്നു. ഫോക്കസ് കൂടുതൽ രോഹിത് ശർമ്മയ്ക്കായിരുന്നു കുൽദീപിനെക്കാളും. പക്ഷെ ഹാട്രിക് കിട്ടിയില്ല. ബട്ട് നല്ലൊരു സ്പെല്ലായിരുന്നു. ഫീൽഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അക്സറിന് 2 റൺഔട്ട് ഉണ്ട്. ഫസ്റ്റ് റൺഔട്ടും സെക്കൻഡ് ലാസ്റ്റ് റൺഔട്ട് റോഫിന്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ കോഹ്ലി, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ODIയിൽ ക്യാച്ച് പിടിച്ച പ്ലെയർ വിരാട് കോഹ്ലിയാണ്. ലിസ്റ്റിൽ ടോപ്പ് 3 കൊള്ളായിരുന്നു. നിങ്ങളുടെ വിലയേറെ സമയം ചാനലിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചതിന് നന്ദിയുണ്ട്. ചാനല മാതൃഭൂമിയും മനോരമയും പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സ് എന്നൊരു യൂട്യൂബ് ചാനലിലാണ്. നല്ല കാര്യം. 100 അടിക്കട്ടെ, ഞാൻ തേങ്ങ അടിക്കാം. അപ്പൊ നോമ്പ് അങ്ങോട്ട്. സാറിന്റെ പേര് പറഞ്ഞില്ലേ? ദിവാകരൻ പിള്ള തന്നെ ഉള്ളൂ. നമ്മുടെ ക്യാമറമാൻ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബർക്രൈബ് അല്ല സബർ എടാ പറയണമെന്ന്. അപ്പൊ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ക്യാമറമാൻ അഖിലേഷിനൊപ്പം രാഹുൽ സൈനിങ് ഓഫ്.